ഹായ് ഹലോ, നമുക്കിന്ന് സോയാ ചങ്ക്സ് തോരൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് തന്നെ സോയാ ചങ്ക്സ് ഞാൻ വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് 4ആയി കട്ട് ചെയ്ത് ഉപ്പിട്ടിട്ട് മാറ്റി വെച്ചതാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പോകെ പറയാം. ചീനച്ചട്ടി എടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, നന്നായി ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക, വേപ്പിലിടുക. നമ്മൾ സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി ഒഴികെ ബാക്കിയെല്ലാം ആദ്യമേ തന്നെ ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് പകുതി വഴങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ തക്കാളി ഇടേണ്ടത്. തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടെ ഒന്ന് പാകമാകുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് തുടങ്ങാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് പെപ്പർ പൗഡർ, എരിവിനനുസരിച്ചിട്ട് വേണം പെപ്പർ പൗഡർ ഇടാൻ. ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. ഇതൊന്ന് നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് വഴങ്ങി വരുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതൊന്ന് വഴങ്ങി വരുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതിനൊന്ന് തിക്ക് ഗ്രേവി കൺസിസ്റ്റൻസി ആക്കുക. അതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് വേവാൻ വേണ്ട കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. വേവെല്ലാം പാകമാകുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നമ്മളൊന്ന് ഡ്രൈ ആക്കണം. അതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് തോരൻ റെഡി. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്